ടീച്ചറിൻ്റെ കുഞ്ഞുമക്കളെ, സുഖമാണോ? സുഖാണോ? സുഖമാണെന്ന് ടീച്ചർ വിശ്വസിക്കുകയാണ് കേട്ടോ. ഇന്ന് ടീച്ചർ ചെറിയൊരു മെസ്സേജ് തരാനാണ് ഈ വീഡിയോ ഇടുന്നത്. വേറൊന്നുമല്ല, നന്ദിയുള്ളവരാകുക. എന്താണ്? നന്ദിയുള്ളവരാകുക. നന്ദി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താ അത്? താങ്ക് യു പറയുക. എന്താണ്? താങ്ക് യു. അതെന്തിനാണ് താങ്ക് യു പറയുന്നത്? നമ്മൾ എവിടെയൊക്കെ ആയിരിക്കും നമ്മൾ താങ്ക് യു പറയുക? എവിടെയൊക്കെ ആയിരിക്കും? ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ ടീച്ചർ. എന്തിനാ നമ്മൾ താങ്ക് യു പറയണേ? നന്ദി പറയണേ എന്തിനാ? എന്തിനായിരിക്കും? പറ. ഒരാൾ നമുക്ക് ഹെൽപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് പറയും? താങ്ക് യു പറയും, അല്ലേ? നമ്മുടെ കയ്യിൽ എഴുതാൻ നേരം പേനയുണ്ടായില്ല, അല്ലെങ്കിൽ പെൻസിലെടുത്തില്ല. അപ്പോൾ നമ്മളെ ആരെങ്കിലും പേനയോ പെൻസിലോ തന്ന് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ അവരോട് എന്താ പറയുക? താങ്ക് യു, അല്ലേ? നന്ദിയുണ്ട് കേട്ടോ, അല്ലേ? അതിനല്ലേ നമ്മൾ താങ്ക് യു പറയുക. നമ്മളെ ഒരാൾ ഹെൽപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ താങ്ക് യു പറയുക. അത് മനസ്സിലായല്ലോ, അറിയാലോ ടീച്ചറിൻ്റെ കുട്ടികൾക്ക്, അല്ലേ? അപ്പം നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ നന്ദി പറയാറുണ്ട്. നല്ല കുട്ടികളാണ്. ഓക്കെ. നമ്മൾ ഏറ്റവും വലിയ നന്ദി പറയേണ്ടത് ആരോടാണ്? നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് താങ്ക് യു പറയാറുണ്ട്. നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഹെൽപ്പ് ചെയ്താൽ നമ്മൾ അവരോട് താങ്ക് യു പറയാറുണ്ട്. ടീച്ചർമാരെന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു പഠിപ്പിച്ചു എന്നുണ്ടെങ്കിൽ അവരോടും നമ്മൾ താങ്ക് യു പറയാറുണ്ട്, അല്ലേ? നമ്മളെല്ലാവരോടും താങ്ക് യു പറയാറുണ്ട്. നമ്മൾ ആദ്യം തന്നെ താങ്ക് യു പറയേണ്ടത് ആരോടാണ്? അല്ലെങ്കിൽ ഏറ്റവും വലിയ താങ്ക് യു പറയേണ്ടത് ആരോടാണ്? ആരോടായിരിക്കും? ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. ആരോടാണ്? ഈശ്വരനോട്. ആരോടാണ്? ഈശ്വരനോടാണ് നമ്മൾ കൂടുതലായിട്ടും നന്ദിയുള്ളവരാകേണ്ടത്, അല്ലേ? നമ്മളെ ഈ ഭൂമിയിൽ ജനിക്കാനും ജീവിക്കാനും ഒക്കെ സഹായിച്ചത് ആരാ? ഈശ്വരനാണ്, അല്ലേ? അപ്പം ഈശ്വരന് നമ്മൾ നന്ദി പറയണം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈശ്വരനോട് നന്ദി പറയാം. ഈശ്വരാ നന്ദി, ഈശ്വരാ നന്ദി, അല്ലേ? നമുക്ക് പറയാം. പക്ഷേ ഈശ്വരന് നന്ദി പറയാൻ ഏറ്റവും നല്ല സമയം ഏതാണ്? ഏറ്റവും നല്ല സമയം ഉച്ചയ്ക്കാണോ, രാവിലെയാണോ, വൈകിട്ടാണോ, എപ്പോഴാണ്? എഴുന്നേൽക്കുമ്പോൾ തന്നെ, അല്ലേ? എഴുന്നേൽക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞ സമയം എപ്പോഴാ? യെസ്, രാവിലെ. രാവിലെ തന്നെയാണ് നമ്മൾ ഈശ്വരനോട് നന്ദി പറയേണ്ടത്, അല്ലേ? ഈശ്വരാ, ഇന്ന് ഈ ദിവസം എനിക്ക് നൽകിയതിന് നന്ദി പറയുന്നു, അല്ലേ? നമ്മുടെ ദിവസം ഓരോ ദിവസവും നമ്മൾ ആരംഭിക്കേണ്ടത്, സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം? ഈശ്വരനോട് നന്ദി പറഞ്ഞിട്ടായിരിക്കണം നമ്മൾ ഓരോ ദിവസവും തുടങ്ങേണ്ടത്, അല്ലേ? പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നന്ദി ദൈവമേ, നന്ദി ദൈവമേ എന്ന് പറയാം. എന്നാലും വീണ്ടും എന്ത് ചെയ്യണം? നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോൾ നന്ദി പറഞ്ഞു, അല്ലേ? ഈ ഒരു രാവിലെ സമയം എനിക്ക് കാണാൻ പറ്റിയതിന് ഈശ്വരനോട് നന്ദി പറഞ്ഞു. ഓക്കെ. ഇനി നമ്മൾ നന്ദി പറയേണ്ടത് ആരോടാ? ഇനിയല്ല, വീണ്ടും എപ്പോഴാണ് നന്ദി പറയേണ്ടത് ഈശ്വരനോട്? നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ നമുക്ക് നന്ദി പറയാം. പിന്നെ എപ്പോഴായിരിക്കും നന്ദി പറയുക?
രാത്രി കിടക്കാൻ പോകുമ്പോഴും പ്രത്യേകമായിട്ട് ഈശ്വരനോട് നന്ദി പറയണം. അതെന്തിനാണ്? ഈ ഒരു ദിവസം മുഴുവൻ നമ്മെ കാത്ത് സംരക്ഷിച്ചു, അല്ലേ? നമ്മെ ഈശ്വരൻ കാത്ത് സംരക്ഷിച്ചു. അപ്പോൾ ഈശ്വരനോട് നന്ദി പറയണം. ഈശ്വര, ഇന്നേ ദിവസം മുഴുവനായും എന്നെ സംരക്ഷിച്ചതിന് നന്ദി, അല്ലേ? അപ്പം നമ്മൾ എങ്ങനെയുള്ളവരായി തീരണം? നന്ദിയുള്ളവരാകണം, നന്ദിയുള്ളവരാകുക. മനസ്സിലായോ? ആദ്യം നമുക്ക് ഏറ്റവും വലിയ ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? നമ്മളെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുഗ്രഹിക്കുന്നത് ആരാ? ഈശ്വരനാണ്, അല്ലേ? അപ്പോൾ ദൈവമാണ്. അപ്പോൾ ദൈവത്തോട് നന്ദി ദൈവമേന്ന് നമ്മൾ പറയണം. ശേഷം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് നന്ദി പറയാം. പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരൊക്കെ നമുക്ക് താങ്ക് യു പറയാം. കിടക്കാൻ പോകുമ്പോഴും ഈശ്വരനോട് നന്ദി പറഞ്ഞിട്ട് വേണം നമ്മൾ കിടക്കാൻ പോവുക, കേട്ടോ? നമുക്ക് ആരെങ്കിലുമൊക്കെ നന്മ ചെയ്താലും അവരെ നമ്മൾ ഓർക്കണം. അവരോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. മാത്രമല്ല, അവർക്ക് എപ്പോഴെങ്കിലും നമ്മുടെ സഹായം വേണ്ടി വന്നാൽ നമ്മൾ അവർക്ക് തിരിച്ച് സഹായം ചെയ്തു കൊടുക്കുകയും വേണം. അപ്പോൾ നന്ദിയുള്ളവരാകണം, മറ്റുള്ളവരെ സഹായിക്കുക കൂടി ചെയ്യണം. ഓക്കെ? ഈ ചിന്ത മനസ്സിലിരിക്കണം. പഠനത്തോടൊപ്പം തന്നെ നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല ചിന്തകളും സ്വീകരിക്കാം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ഓക്കെ? അപ്പോൾ നന്ദി, ശുഭദിനം.